ഓക്കെ. അപ്പം PhD ചെയ്തുകൊണ്ടിരിക്കുക ബയോടെക്നോളജിയിൽ. പിന്നെ സ്വന്തം സ്ഥലം പുനലൂരാണ്. അപ്പം കോയമ്പത്തൂരാണ് കൂടുതലും. ഒരു ഫാമിലി ഫുൾ സെറ്റിൽ ആയിട്ടുള്ളത് കോയമ്പത്തൂരാണ്. ഇനി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ കല്യാണം ഇത് ലവ് മാരേജ് ആണോ, അറേഞ്ച് മാരേജ് ആണോ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണോ, എന്താണെന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. പൂർണ്ണമായും അറേഞ്ച്ഡ് മാരേജ്. ഫുള്ളി അറേഞ്ച്ഡ് മാരേജ് ആണ്. പക്ഷെ ആ വൈബ് ഒന്നും തോന്നില്ല കേട്ടോ. കണ്ടിട്ട് നിങ്ങൾ ശരിക്കും ഭയങ്കര വൈബുള്ള ഒരു കപ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ പറയാം, അറേഞ്ച്ഡ് മാരേജ് ആണ്, ഫുള്ളി അറേഞ്ച്ഡ് ആണ്. ഓക്കെ, മാട്രിമോണി സൈറ്റ് വഴി അങ്ങനെ പരിചയപ്പെട്ട ഒരു 2 മാസം 2-3 മാസത്തിനുള്ളിൽ എല്ലാം പെട്ടെന്നായിരുന്നു. അതെ, എല്ലാം പെട്ടെന്നായിരുന്നു. ഞങ്ങൾക്കും പെട്ടെന്നായിരുന്നു. ഒരു മാസം മീഡിയാസിന് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ. ഞാൻ ഗ്യാപ്പ് കൊടുത്തിരുന്നു. അത്രയും മീഡിയാസും വന്നിട്ട് ഫുൾ കഴിഞ്ഞതിന് ശേഷം അടുത്ത മന്തിലേക്ക്, അതായത് April 28 എൻഗേജ്മെന്റ്, May 25 അതെ, അങ്ങനെ. അപ്പം ശില്പ ചേച്ചി, നമ്മളുടെ സീരിയലൊക്കെ കാണാറുണ്ടായിരുന്നു സഞ്ജയന്റെ? കാണാറുണ്ട്. നേരത്തെ അറിയായിരുന്നോ? അറിയാം. ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് അറിയായിരുന്നു. അപ്പൊ ഏതായിരുന്നു കണ്ടത്? അമ്മ അറിയാതെ? ഫസ്റ്റ് സീരിയൽ ഞാൻ കാണുന്നത് തന്നെ ഭ്രമണം. ആ ഫ്ലാഷ് ബാക്കിന് വേണ്ടി ഞാൻ കണ്ടതാ. പിന്നെ ബാക്കി സീരിയൽസ് അങ്ങനെ കണ്ടിട്ടില്ല. ബട്ട് ആ ഫ്ലാഷ് ബാക്ക് ഫുള്ളി കണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഐ നോ ഹിം. ഓ, അങ്ങനെയല്ല. അപ്പൊ അറേഞ്ച് മാരേജ് വന്നു സച്ചിൻ ചേട്ടനാന്ന് അറിഞ്ഞപ്പോൾ ആ ഒരു ഇതെന്തായിരുന്നു? എന്തായാലും സെലിബ്രിറ്റി ആണ്, ആർട്ടിസ്റ്റ് ആണെന്നുള്ളത് നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആളെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു? അത് പറഞ്ഞറിയിക്കാത്തൊരു ഫീൽ, അൺഎക്സ്പെക്ടഡ് ആയിരുന്നല്ലോ. ബിക്കോസ് വി നെവർ എക്സ്പെക്ട് അല്ലേ ഇന്ന ആളെ കെട്ടും. കണ്ടിട്ടുണ്ട്, 6 years ബാക്ക് കണ്ടതാ. സോ ആഫ്റ്റർ 6 years ഈ പേഴ്സൺ തന്നെ ഇങ്ങോട്ട് വരുമ്പം, സോ എന്താ പറയാ, അതിന് ആ ഒരു ഫീൽ എക്സ്പ്രസ് ചെയ്യാനായിട്ടൊന്നും ഇല്ല. ബട്ട് സംതിങ്, ഒരു സ്പെഷ്യൽ മൊമെന്റ് ആയിരുന്നു അല്ലേ? സജിൻ ചേട്ടൻ എങ്ങനെയായിരുന്നു ശില്പ ചേച്ചിനെ കണ്ടപ്പോ? പ്രത്യേകിച്ച് ഓക്കെ, കണ്ടപ്പം സിമ്പിൾ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. സംസാരിച്ചപ്പോഴും വലിയ അപകടകാരിയെല്ലാം തോന്നി. കൊണ്ട് കുഴപ്പമില്ലായിരിക്കും, വലിയ പ്രശ്നമില്ലായിരിക്കും. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, എനിക്ക് എൻ്റെ പാഷൻ ഇതാണ്, ആക്ടിങ് ആണ്. ഒരു പക്ഷേ ഒരു വർക്ക് കിട്ടിയാൽ എനിക്ക് എത്രത്തോളം എക്സൈറ്റഡ് ആവും എന്നുള്ളത് ഞാൻ കൺവേ ചെയ്തു. അപ്പോൾ അതിന് നോ പറയുന്ന ഒരു വ്യക്തിയും എൻ്റെ ജീവിതത്തിൽ വേണ്ടാന്ന് ഞാൻ അങ്ങനെ നോ പറയുവാണെങ്കിൽ ആ വ്യക്തിയോട് ടാറ്റ പറഞ്ഞു വിടത്തുള്ളൂ. ഫീൽഡിൽ ടാറ്റ പറഞ്ഞു വിടില്ല. അത്രയും ഇഷ്ടമാണോ നമ്മൾ. അത് ഇത്രേ ഉള്ളൂ. ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഫ്രണ്ട് ആണേലും whatever, ലൈക്ക് whoever. അപ്പോൾ അയാളുടെ പാഷൻ അല്ലെങ്കിൽ അയാൾ എന്ത് ഇഷ്ടപ്പെടുന്നോ അതിനെ സപ്പോർട്ട് ചെയ്യുക, അയാളെ വളരാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഒരു പാർട്ട്ണറിന്റെ ദൗത്യം, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അങ്ങനെ ഒരാളല്ലാതെ എല്ലാം റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു കൊടുക്കും, ഗൈഡ് ചെയ്യും. ഇപ്പൊ ഞാനാണെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഇങ്ങോട്ടാണെങ്കിലും അത് ഓക്കെ നല്ലതാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും ഒരു ഇച്ചിരി സീനിയർ ആണല്ലോ, അറ്റ്ലീസ്റ്റ് ഒരു വയസ്സല്ല 2 വയസ്സെങ്കിലും മൂത്തതായിരിക്കുമല്ലോ ഇങ്ങനെ അറ്റ്ലീസ്റ്റ്. അപ്പം കുറച്ചുകൂടെ നമുക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവും, ഇങ്ങനെ പോയാൽ ഇങ്ങനെയാണ്. സോ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ട്. സോ അത് ഓക്കെ, കുഴപ്പമില്ലാതെ പോകുന്നു. സോ ഇത്രേ ഉള്ളൂ, പരസ്പരം വളരാൻ അനുവദിക്കുക, അതാണ് വേണ്ടത്. തീർച്ചയായിട്ടും. ഇപ്പം ആ ഒരു ക്വാളിറ്റി കണ്ടു, ഓക്കെ പ്രൊസീഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ ചേച്ചിക്കും കുഴപ്പമില്ല, ഈ സീരിയൽ എന്നൊക്കെ പറയുന്നത് ഇഷ്ടമായിരിക്കുമല്ലോ. നമുക്ക് ചേച്ചിനെയും കൂടി ഒന്ന് അഭിനയിപ്പിച്ചാൽ. ഉറപ്പായിട്ടും ഞാൻ ഫുൾ സപ്പോർട്ടാണ്. ഓക്കെ, ആക്ടിങ്, ചേച്ചിക്ക് ആക്ടിങ് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. പിന്നെ എന്താ ഇനി നോക്കുന്നത്? നമുക്ക് സൂപ്പർ കൺമണിയിൽ തന്നെ ഒരു ഇപ്പൊ സൂപ്പർ കൺമണിയിലെ ഒരു ക്യാരക്ടർ ചേച്ചിക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് ഏത് ക്യാരക്ടർ ആയിരിക്കും കൊടുക്കുക? കൺമണിയുടെ ക്യാരക്ടർ ഉള്ള ക്യാരക്ടറിൽ ഏതൊരു ക്യാരക്ടർ ആയിരിക്കും? ഉള്ള ക്യാരക്ടേഴ്സിലാണെങ്കിൽ കൃഷിന്റെ അനിയത്തി ആർദ്ര ചെയ്യുന്നത് ആ ഒരു ബബ്ലി ടൈപ്പ് ക്യാരക്ടർ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ വേണമെങ്കിൽ ബലരാമൻ, മറ്റേ കിരൺ ഒരു പേരായിട്ട് എക്സ്ട്രാ ഒരു ക്യാരക്ടർ. ഓക്കെ, അപ്പൊ രണ്ടും പറ്റും. നമുക്ക് ബബ്ലി പറ്റും, വില്ലത്തി ആണെങ്കിലും ചെയ്യാം. അല്ല, അത് പേരായിട്ട് ആഡ് ചെയ്യാം. ഓ, ഇനി ആഡ് ചെയ്യാൻ വേണ്ടിട്ട് ചേച്ചിക്ക് ഇഷ്ടമാണ് സീരിയലൊക്കെ ചെയ്യുന്നത്, ഇഷ്ടമാണ്. ലൈക്ക് ആക്ടിങ് ഇഷ്ടമുള്ള ഒരു കാര്യം. ഞാൻ അതിലോട്ട് വന്നിട്ടില്ല, എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ല. അതെങ്ങനെയാണെന്ന് അറിയില്ല. ബട്ട് പുറത്തുനിന്ന് കാണുമ്പോൾ ഐ യൂസ് ടു വാച്ച് ഫ്യൂ സീരിയൽസ് ഒക്കെ കാണാറുണ്ട്, സിനിമാസ് കാണാറുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ നമ്മൾ ഇങ്ങനെ വരും, ഇങ്ങനെയൊക്കെ ആകും ലൈഫ്. ഇതൊക്കെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ, നിമിത്തങ്ങളല്ലേ? അതെ. ഈ മാട്രിമോണി ഒന്നും ഞങ്ങളുടെ ജനറേഷൻ ഒന്നും അത്ര മാട്രിമോണിയിലൊക്കെ അപ്പൊ നിങ്ങളോട് തന്നെ ചോദിക്കാം, മാട്രിമോണിയിലൊക്കെ അപ്പൊ കാര്യം ഉണ്ടല്ലേ? അതെ, നമുക്ക് ഞാനും അങ്ങനെ വിശ്വാസം അർപ്പിച്ചിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ.
പിന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് വിശ്വാസം അർപ്പിച്ചിട്ടില്ല. പിന്നെ സംഭവിച്ചു വന്നപ്പോ സംഭവിച്ചു. നമുക്കുള്ളത് നമുക്ക് വരും, എങ്ങനെയാണെങ്കിലും വരും എന്ന് വിശ്വസിക്കുന്ന വഴി തങ്ങില്ല. രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇത് മനോരമ ന്യൂസിലൊക്കെ വന്നായിരുന്നല്ലോ, വലിയൊരു പടം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുന്ദരി നീയും സുന്ദരൻ ഞാനുമാണ്. അപ്പൊ നമുക്കൊരു മെയ്ഡ് ഫോർ ഈച്ച് അതർ സെഗ്മെന്റ് വേണ്ടേ? അപ്പൊ നമ്മളുടെ ഈ സെഗ്മെന്റില് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ക്വസ്റ്റ്യൻസിന് ഞാൻ 2 ബോർഡ് തരും. അപ്പൊ അതില് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണ് പറയുന്നതെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ടാസ്ക് തരും. അത് ടാസ്ക് ആണെന്നുള്ളത് നിങ്ങൾ തെറ്റിച്ചാലേ ഞങ്ങൾ പറയുള്ളൂ. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ.